ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അവർക്ക് കൊടുക്കാനുണ്ട്. ആഭ്യമന്ത്രി ഞാൻ വി ഡി സതീഷിനെ വിളിക്കട്ടെ, ഞാൻ രമേശ് ചെന്നിത്തല വിളിക്കട്ടെ, ഞാൻ എന്റെ അച്ഛനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ആരും നിന്നെ തീർക്കും. അതിലൊരു വേർഡ് പറഞ്ഞു, പ്രവീണിനെ ഞാൻ തീർത്തില്ലേ അതേപോലെ നിന്നെയും ഞാൻ തീർക്കും, നിന്നെ ഹണി ട്രാപ്പ് ഞാൻ കാണിച്ചു തരാമെന്ന്. ജയകരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ബിഗ് ബോസ് താരവും ഇപ്പോൾ BJP നേതാവൊക്കെ ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, കഴിഞ്ഞ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വേദലക്ഷ്മി, കേരള ഫാഷൻ ലീഗ് ഉടമയായിട്ടുള്ള അബിൻ ദേവ്, അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച എഡിറ്റഡ് ഓഡിയോകളും വ്യാജ പ്രചാരണങ്ങളും ഉപയോഗിച്ചിട്ട് റോബിൻ രാധാകൃഷ്ണനിൽ നിന്ന് ആരൊക്കെ അബിൻ ദേവും വേദലക്ഷ്മിയും കൂടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കാനും രാഷ്ട്രീയമായിട്ട് തകർക്കാനും ശ്രമിക്കുകയാണെന്ന് റോബിൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. റോബിൻ ഒരു ഭൂലോക ഫ്രോഡാണെന്നാണ് നമുക്കിതിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ അബിൻ ദേവ് ആദ്യമായിട്ട് പൈസ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞതല്ല, ഇവർ വർഷങ്ങളായിട്ട് പൈസ കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഡിസംബർ തൊട്ടിട്ടാണ് റോബിനിൽ നിന്ന് കൊടുത്ത പൈസ കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നില്ല. അവിടെ മുതലാണ് പ്രശ്നങ്ങളുടെ ആരംഭം വരുന്നത്. ഇപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ എൻ്റർ ആവുമ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലോട്ട് വരികയായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഈ റോബിൻ രാധാകൃഷ്ണൻ ഇവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന തുക വളരെ വലിയ തുകയാണ്. അപ്പോൾ അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും റോബിൻ പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞു, ഇനി കണക്ക് പ്രകാരം കുറച്ച് പൈസ ഇങ്ങോട്ടാണ് തിരികെ തരാനുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ വരുന്നത്. അപ്പോൾ ഇന്ന് റോബിൻ രാവിലെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇത് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്, ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സാണ്. ആദ്യം റോബിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ അബിൻ ദേവാണ്. അബിൻ ദേവ് ആദ്യം പുറത്തുവിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ സന്ദേശമാണ്. റോബിൻ രാധാകൃഷ്ണൻ BJP പാർട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്ന ഒരു ഓഡിയോ ആണ് ആദ്യം അബിൻ ദേവ് പുറത്തുവിടുന്നത്. അപ്പോൾ അത് AI ആണെന്നും പറഞ്ഞുകൊണ്ട് റോബിൻ വന്നിരുന്നു. അതിനുശേഷം വേദലക്ഷ്മി ആ ഒരു ഓഡിയോൻ്റെ ഫുൾ ലെങ്ത്ത് ആ ഫോൺ കോൾ സന്ദേശം മുഴുവനായിട്ടും ബ്രേക്കപ്പ് ചെയ്തു. അത് വന്നതിന് ശേഷം റോബിൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ടായത്. അതിനുശേഷം ഇവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞു. പക്ഷേ വേദലക്ഷ്മി ആ സമയത്തൊന്നും പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് ചെന്നിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസ് മീറ്റിൽ ഒരടക്ക് ഫയലുകളും പേപ്പേഴ്സുകളൊക്കെ ആയിട്ട് റോബിൻ വന്നിരുന്നു. അപ്പോൾ റോബിൻ വന്നപ്പോൾ അബിൻ ദേവ് പറഞ്ഞു, ഇവൻ ബിഗ് ബോസിലെ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്, അത് എനിക്ക് സേഫായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് ഞാൻ ഈ പ്രസ് മീറ്റ് മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഒരടക്ക് കടലാസൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവൻ തെളിവുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ആളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ജസ്റ്റ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നു. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൻ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നത്, ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൻ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 rupees. ആദ്യകാലത്ത് ഇതിനെക്കാട്ടൊക്കെ പൈസ കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ പുറത്തു വരും. ഇപ്പോൾ ഇവൻ ഈ പറഞ്ഞതിന് ശേഷം അബിൻ ദേവ് പറയാനുള്ളതും അതുപോലെ തന്നെ വേദലക്ഷ്മിക്ക് പറയാനുള്ളത് വീണ്ടും പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് കേൾക്കാം. ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്. സോ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സ് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിനകത്ത് ഇരുന്നാൽ മതിയാവും തോന്നുന്നു. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 rupees ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ ഇവനിപ്പോൾ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൂടി ആ ഒരു പേപ്പറിലോ ഒന്നും തന്നെ നമുക്ക് കാണിച്ചു തരുന്നില്ല. വ്യക്തമായിട്ടുള്ള രേഖകൾ നമുക്കിപ്പോൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇത് ഫുള്ള് നടക്കുന്നത് നമ്മുടെ മീഡിയയുടെ മുന്നിലും അത് പ്രേക്ഷകരുടെ മുന്നിലുമാണ്. സോ എന്ത് വേണം, നമ്മുടെ മുന്നിൽ ഈ തെളിവുകൾ ഹാജരാക്കുക തന്നെ വേണം. ബട്ട് ഇവനത് ഹാജരാക്കുന്നില്ല. എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇവനത് പുറത്ത് കാണിക്കുന്നില്ല. എന്തായാലും നോക്കാം നമുക്ക്. സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പം അനന്തു അതായത് നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചു ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അബിൽദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഈ അനന്തു എന്നുള്ള പേര് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിയാക്ടർ അനന്തു ഉണ്ട് വേറെ, ഈ അനന്തു അതല്ല, ഇത് അശ്വതി നായരോ അവരുടെ മാനേജറൊക്കെ ആയിരുന്നു അവൻ. അപ്പം അങ്ങനെ കുറച്ച് നാൾ ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ട്, ആ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് ഇവൻ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും പിന്നെ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇവനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് തന്നെ അടിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. സോ അവൻ കുറച്ച് നാളായിട്ട് ഈ വകുപ്പ് ഫീൽഡിലൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും ഓണായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് നയിച്ചതാണ്. എനിക്ക് ഈ പറഞ്ഞ 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്ക് നയിച്ചതാണ്. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊണ്ടുവരുന്നുണ്ട്. അനന്തുവിന് ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞു, എടുത്ത് ചാടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ 40-45 ഇടയ്ക്കുള്ള, നിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഈ സത്യം എന്താണ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ ഉള്ളത് അറിയുന്നതിന് മുന്നേ എടുത്തു ചാടി ഒരാളിനെ ക്രൂശിക്കുന്നത് ദൈവത്തോർത്ത് സോഷ്യൽ മീഡിയ ഒന്ന് നിർത്തണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. മനുഷ്യരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ആവശ്യമില്ലാതെ ഒരാളിനെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അല്ല, ഇവൻ പറയുന്നത് ശരിയാണ്. ആവശ്യമില്ലാതെ ഒരാളെ ക്രൂശിക്കാൻ പാടില്ല. അതായത് പൈസ വാങ്ങിക്കുന്നത് ഇപ്പോൾ മനുഷ്യനാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും പൈസ ചോദിക്കാം. അതായത് നമ്മളെല്ലാവരും ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരാണ്. അപ്പം അത് ഇപ്പോൾ ഏത് നേരത്താണ് ഒരാളെ കൊണ്ട് നമുക്കൊരു ഹെൽപ്പ് ഉണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചാണ് നമുക്കത് കിട്ടുള്ളൂ. അതായത് കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നുള്ള ആ ഒരു തത്വം അത് വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് ഒരു പൈസയ്ക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിചയമുള്ളവരോടൊക്കെ നമ്മൾ പൈസ ചോദിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റണം. അഥവാ പറ്റിയില്ലെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നീക്കുപോക്ക് അതിനകത്ത് ഉണ്ടായിരിക്കണം. പൈസ കൊടുക്കാതെ ഇപ്പോൾ കേസൊക്കെ കൊടുത്തിരിക്കുകയാണ് മുമ്പൊരാൾ റൂബിൻ പോയിട്ട് അവർക്കെതിരായിട്ട്. നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. ഇതെന്റെ ഒരു എന്താ പറയുക ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ്. പിന്നെ എന്തായാലും ഇന്ന് പ്രസ് മീറ്റിൽ ഞാനും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. മനസ്സിലായില്ലേ? എന്തായാലും 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു, 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. എനിക്ക് ഇങ്ങോട്ട് 69,000 രൂപ, അതായത് 69,000 ഇങ്ങോട്ടാണ് തരാനുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂ ആണോ നിങ്ങളുടെ ഇഷ്യൂ? അല്ല, ഞാൻ ചോദിക്കുക, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരുന്നോ അതോ എന്നെ അങ്ങ് തകർത്ത് ഇല്ലാണ്ടാക്കി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതല്ലേ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇന്നിപ്പോ ഈ ഡീറ്റെയിൽസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അനന്തുവിന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റും, ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തു, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ ഇതൊക്കെ പറഞ്ഞു പ്രസ് മീറ്റിലേക്ക് ചെന്നു. പക്ഷേ അവർ പ്രസ് മീറ്റിൽ വന്നിട്ടില്ല. പ്രമുഖ ചാനലുകളിൽ അവർ ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. റോബിൻ ഒരു 3-4 വർഷം മുന്നേ തന്നെ എന്നെക്കാളും മുന്നേ തന്നെ ബിഗ് ബോസിൽ വന്ന് ഒരു ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷനിലും വർക്ക് ചെയ്തിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് പോകേണ്ട ഒരാള് തകർത്തിട്ട് എനിക്ക് നേട്ടം. ഇനിയിപ്പോൾ പൊളിറ്റിക്കലാന്ന് പറയാം. ഇത് പൊളിറ്റിക്സ് കൊണ്ടുവരിക വേണ്ട. ഞാനിത് കാര്യം തിരിച്ച് പൈസ തരാനുള്ള ഇത് ഞാൻ ആദ്യം ചെന്ന് കണ്ടത് BJP-യിലെ സുരേഷ് ജയത്തനാണ്. ട്രിവാൻഡ്രത്ത് BJP-യുടെ ഓഫീസിൽ ചെന്ന് കണ്ടേ. അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ തന്നെ പറഞ്ഞു. സോ ദിസ് ഇസ് നോട്ട് പൊളിറ്റിക്കൽ. ആ ഒരു നെറേറ്റീവ് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട, നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, പ്രസ് മീറ്റ് നടത്തിയത്. പ്രസ് മീറ്റ് നടത്തിയപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമാണ്.
പിന്നെ ഈ പൈസ തിരിച്ചു തരാനില്ല എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് പറയുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട് പൈസ തരാനുള്ളത്. പൈസ ഉണ്ട്, തിരിച്ചു തരാനുള്ളത്. പിന്നെ എനിക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്റെ അടുത്ത് നിന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കുന്ന മെസ്സേജ് ഉണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിച്ചൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കഴിയാതെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഓൾറെഡി അക്കൗണ്ടിൽ ആഡഡ് ആയതുകൊണ്ട് അവളുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കുന്ന മെസ്സേജസ് ഉണ്ട്. അത് തിരിച്ച് ആ ഫ്രണ്ടിന് തിരിച്ചു കൊടുക്കുന്ന മെസ്സേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്ന് അക്കൗണ്ട് വഴി ഒരു 4 ലക്ഷം രൂപ വാങ്ങിച്ചതുണ്ട്. അല്ലാതെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചത് 4 ലക്ഷം രൂപയുണ്ട്. ടോട്ടൽ 8 ഇപ്പൊ തരാനുള്ളത്. ആ 4 ലക്ഷം രൂപയൊക്കെ തിരിച്ചു തരാനായിട്ട് ഇന്ന ഡേറ്റിൽ തിരിച്ചു തരാം എന്ന് പറയുന്ന മെസ്സേജസും ഉണ്ട്. ഞാൻ തരാം. ഹണി ട്രാപ്പ് കഴിഞ്ഞതിന് ശേഷം, ഹണി ട്രാപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആള് പറയുന്ന ഡേറ്റിന് ശേഷം എനിക്ക് തന്നേക്കാം എന്ന് പറയുന്ന മെസ്സേജസ് ഉണ്ട്. അത് ഇതിന്റെ താഴെ തന്നെ ആഡ് ചെയ്യാനായിട്ട് തരാം. ഓൺലൈൻ മീഡിയയിലൊന്നും ഞാൻ വരാത്ത ഒരാളാണ്. അപ്പം റോബ് ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് റോബിൻ അവിടെ പ്രയോഗിച്ചൊരു വലിയൊരു വേർഡുണ്ട്, ഹണി ട്രാപ്പ്. അപ്പോൾ പിന്നെ അത് ബാധിച്ചു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ കോർപ്പറേറ്റ് മേഖലയിൽ വളരെ ബിസിനസ് ടൈക്കൂൺസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ എന്ന സമയത്ത് ഇവൻ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ലക്ഷ്മിനെ സംബന്ധിച്ചിലേക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഷീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, വളരെ ഭംഗിയായിട്ട് അവർക്ക് വർക്ക് വരുന്നു. അദ്ദേഹത്തിനും ഈ രീതിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവരുടെ ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും റോബിനെ പോലെ ഒരാളെ തകർക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് വളരെ കറക്റ്റാണ്. റോബിൻ രാധാകൃഷ്ണനെ തകർത്തിട്ട് ഇപ്പോൾ ഇവർക്കൊന്നും കിട്ടാനില്ല. ആള് അത്യാവശ്യത്തിന് കല്ലേറെ ആളായിട്ട് തന്നെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവരായിട്ട് പൊളിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ വേദലക്ഷ്മി ആദ്യം ചെയ്ത വീഡിയോക്കകത്തും ഇത് പറയുന്നുണ്ട്. ഇവർ റോബിൻ പൈസ കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നല്ല, ഇതിന് ഇടയിൽ കൂടെ അഖിൽമാരൊരു സ്റ്റോറി ഇട്ടിട്ടായിരുന്നു. അന്ന് ഒരു 10 ലക്ഷം രൂപ താഴെ ഒരു മാസത്തിനകത്ത് 11 ലക്ഷം രൂപയായിട്ട് തിരിച്ചു തരാമെന്നൊക്കെ റോബിൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കൊടുക്കാഞ്ഞത് നന്നായി. ഇപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വന്നേനെ എന്ന് അഖിൽമാരാർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഈ ഒരു സംഭവത്തിൻ്റെ സമയത്ത് തന്നെ. നമുക്ക് ബാക്കി വേണ്ടി കേൾക്കാം. ആദ്യം നമുക്ക് എവിടെ എത്തിച്ചിരിക്കുന്നത്, എന്നെ എവിടെ എത്തിച്ചു? ഞാൻ ഈ പറഞ്ഞ മാതിരി ഹണി ട്രാപ്പിൽ എത്തിച്ചു. ഞാനിപ്പോൾ തന്നെ ലൈവില് ഏഷ്യാനെറ്റ് ലൈവ് ആയതുകൊണ്ട് തന്നെ ഈ ഹണി ട്രാപ്പ് ഇഷ്യൂ നടക്കുന്നതെന്ന് പറയുന്നത് ഡിസംബർ 28. ഓക്കെ, ഇപ്പൊ ഡിസംബർ 28 നമുക്ക് ഇതിലേക്ക് കാണിച്ചോളൂ. ഡിസംബർ 28 ഇത് ഒഫീഷ്യൽ ആട്ടോ, ഫസ്റ്റ് ആണ് ഇത് പോകുന്നത്. ഇഫ് ഐ ഹേർട്ട് യു സോറി എന്നൊക്കെ പറഞ്ഞിട്ട് 29 നീ എപ്പോഴാണ് വരുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നു, എന്റെ വീട് അയച്ചു കൊടുക്കുന്നു, സോറി ഇഷ്ടപ്പെടുന്നു, വീടൊക്കെ ലൈവ് ലൊക്കേഷൻ വരുന്നു. നോക്കണേ, 10:40 എന്റെ വീട്ടിൽ അവൻ എത്തുന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 30 12 മണി ഇവൻ എഴുതി തന്ന ലെറ്റർ ഇതാ കണ്ടോ. ആ ലെറ്റർ എങ്ങനെയാ പ്രോസസ് എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. ഇതാ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അഭിപ്രായമാണ്. സോ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് അഭിപ്രായത്തിന്റെ പെരുമ്പാവൂരുള്ള ഇന്ത്യയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അഭിപ്രായം പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അഭിപ്രായത്തിന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,75,000 രൂപ അഭിപ്രായത്തിന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത് കാണാൻ പറ്റും, ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജനുവരി 31, 2026 അക്കൗണ്ട് ബൈ ഹാൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് സമ്മതിച്ച് ഒരു സെറ്റിൽമെന്റ് ഡീല് പോലത്തെ കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇതാണ് ഹണി ട്രാപ്പ് വീഡിയോ. പണം തരാനുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് വരുമ്പോൾ ഞാൻ ഇതിന്റെ മുമ്പെയാണ് എല്ലാ ഫണ്ടുകളും ഇവന് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും ഒരു വീഡിയോയും ഇതേമാതിരി എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ ഡിസ്പ്യൂട്ട് തുടങ്ങുന്നത് ഡിസംബർ മിഡോട് സുഹൃത്തുക്കൾ തമ്മിൽ പണമിടവ് ഉണ്ടാവും. ഇത് പ്രശ്നമായി മാറുന്നത് അതാ ഡിസംബർ മിഡോട് കൂടിയാണ് ഇതൊരു പ്രശ്നമാവുന്നത്. കാരണം 2 ആഴ്ചത്തേക്ക് കൊടുത്ത ഫണ്ട് 3 മാസത്തോളം വൈകി. അവിടെയാണ് ഇതിന്റെ ഡിസ്പ്യൂട്ട് നമ്മൾ തുടങ്ങുന്നത്. ഞാനായിട്ട് പേഴ്സണൽ ഡിസ്പ്യൂട്ട് തുടങ്ങുന്നത് വലിയ ഫണ്ടിലേക്ക് വന്നു. ആ ഡിസ്പ്യൂട്ട് നമുക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ തുടങ്ങുന്നത് ഈ ഡിസംബർ പകുതിയോട് കൂടിയാണ്. അങ്ങനെയാണ് ലാസ്റ്റ് ഒരു സെറ്റിൽമെന്റ് ടോക്ക് എന്നുള്ള രീതിയിൽ വന്നു. ഇവൻ വളരെ അപേക്ഷിച്ച ഭാഗമായിട്ട് ജനുവരി 31 അന്ന് അവിടെ ഇരുന്ന് 2.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു തീരുമാനത്തിലെത്തിയത്. ഞാൻ പറഞ്ഞത് ഒരു റെക്കോർഡിങ്ങിലാക്കാം. അപ്പൊ അത് കഴിഞ്ഞ് റവന്യൂ സ്റ്റാമ്പിൽ അവൻ തന്നെ കയ്യിൽ എഴുതി കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ. അപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാത്തിനെക്കാട്ടും സോളിഡ് എവിഡൻസ് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ തെളിവാണ്. കാരണം അദ്ദേഹത്തിന് ഒരു പബ്ലിക് ഫിയർ ആണ്. അദ്ദേഹം നാളെ വലിയ രീതിയിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി നമ്മളെ ചതിക്കില്ല. അത് രണ്ടുപേരും സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് ചിരിച്ച് കഴിഞ്ഞപ്പോൾ വരുന്നതും പോകുന്നതും ഒക്കെ അവിടെ കാണാം. നമ്മളെ വീട്ടിൽ വന്ന് ചിലപ്പോൾ ഫുട്ടേജ് ഉണ്ടാവുമായിരിക്കും, അതിലുണ്ടാവും. കാരണം കുറച്ച് കാലം കഴിഞ്ഞല്ലോ. ഓക്കെ,
അപ്പോൾ ആ രീതിയിലാണ് ആ സംഭവം നടക്കുന്നത്. ഈ പറഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കെ, ഇനി ഇതിലേക്ക് ഒന്ന് കാണിച്ചോളൂ കേട്ടോ. നമ്മൾ ഇത്രയും ത്രെട്ടൊക്കെ ചെയ്തു. ഓക്കെ, ഞാൻ ഹണി ട്രാപ്പ് ചെയ്ത് വീഡിയോ എടുത്തവൻ പിന്നെ ജാനുവരി 3 ഇതിന്റെ ഇടയിലുള്ള കോൾ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടാവണേ. ത്രെട്ട് ചെയ്ത ഞാൻ എന്റെ അടുത്ത് വീണ്ടും നോക്കോ, ബ്രോ ട്രാൻസ്ഫർ ചെയ്യുമോ പ്ലീസ്, കിട്ടി ഫണ്ട് കിട്ടി. ഞാൻ വീണ്ടും ഞാൻ 90,000 രൂപ കൊടുക്കുക. പിന്നെ ഞാൻ ചോദിക്കാം റോബിനെ, കുറച്ച് ദിവസത്തേക്കാ കൊടുത്ത് ബ്രോ, ഒരു ചേഞ്ച് ഉണ്ടാവാതെ നാളെ ഒരു ദിവസത്തേക്കാ പൈസ വെക്കുന്നത്. ഇതാ ഫെല്ലായി. നിങ്ങൾ പിന്നെയും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് നടക്കും എന്നുള്ള ഒരു എന്താ പറയുക വിശ്വാസ്യത പിടിച്ചു പറ്റാന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നത്. ഓക്കെ, ബാക്കിയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. പിന്നെ ഇതാ 1.5 പറ്റുമോ പിന്നെയും ചോദിക്കണ്ടോ. ഇവിടെ ഒരു സ്കാം ഞാൻ പറയാണ്ട്, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോട്ടിക്കോളെ. 1.75 ആയിട്ട് നാളെ റിട്ടേൺ തരാം. ഓക്കെ, അതൊരു സ്കാമാണ്. അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ചാറ്റുകളൊക്കെ ഇതിന്റെ ഇടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഫുള്ള് ഒരു പിണക്കൊക്കെയാണ്. ബ്രോ നാളെ 8 മണിക്ക് 6 മണിക്ക് എനിക്കൊരു 5 lakhs ഇന്ന് വേണമായിരുന്നു, കണ്ടോ ഓൾഡ് പെൻഡിങ്ങിലേക്കുള്ള 25 ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനൊരു കരച്ചിൽ സ്മൈലി, ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇതാണ്. ഇതിപ്പോൾ ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഏഷ്യാനെറ്റ് കൊണ്ടുവന്നതാണ് റോബിൻ രാധാകൃഷ്ണനെ. പക്ഷേ ഏഷ്യാനെറ്റുമായിട്ടും ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നൊക്കെ മുപ്പരാണ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റ് തന്നെ ഇറക്കി വിട്ടതാണ് അവനെ ബിഗ് ബോസിൽ നിന്ന്. അതിനുശേഷം വീണ്ടും ഇവൻ അടുത്ത സീസണിൽ വന്നു, അവിടെയും പ്രശ്നമുണ്ടായി. അവിടെ നിന്നും അവനെ ഇറക്കി വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഏഷ്യാനെറ്റിനെതിരെ അന്ന് ബിഗ് ബോസിനെതിരെയായിട്ട് ഒരുപാട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക കോൺട്രവേഴ്സി അന്ന് നടന്നിരുന്നു. അന്ന് റോബിൻ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിനെതിരായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഞാനിത് പറയാൻ കാരണം ഏഷ്യാനെറ്റിന് ആ ഒരു ഇത് മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഏഷ്യാനെറ്റിന് മാത്രം കൊടുത്തല്ല കേട്ടോ, ഒരു വിധപ്പെട്ട എല്ലാ പ്രമുഖ ചാനലിനും ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇതെല്ലാം വന്ന് ഓരോ ഈ സമയത്ത് ഞാൻ ഇവന് വീണ്ടും ഞാൻ ഒരു 5 lakh കൊടുക്കാനത് അത് ലോൺ എടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതിനും ഇതിൽ കാര്യങ്ങളുണ്ട്. ഫ്രോ IAS അക്കാഡമി ഇൻട്രസ്റ്റഡ്, അത് സ്പോൺസർഷിപ്പ് പറഞ്ഞിരുന്നു. അടുത്തൊരു വീഡിയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിനാശ്. സോ ഈ ഒരു വീഡിയോ ഞാൻ അബിൽ ബ്രോയിൽ തരുന്നതാണ്. ഇന്ന് ജനുവരി 22-ാം തീയതി. സോ ഇന്ന് അബിൽ ബ്രോന്റെ കയ്യിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ അബിൽ ബ്രോ എനിക്ക് വൈകുന്നേരം 5 മണിക്കകത്ത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. നാളെ, അതായത് ജനുവരി 23-ാം തീയതി രാത്രി ഒരു 10-11 മണിക്കകത്ത് 5:45 5,75,000 ആയിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസത്തേക്ക് റോളിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു ഫണ്ട് എടുക്കുന്നത്. അപ്പം ഇത് പേഴ്സണലി ഞാൻ അബിൽ ബ്രോന് അയക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു. ഇതിലിപ്പോ ആളുകൾ വിചാരിക്കും 5 മേടിച്ചാൽ 5.25 കൊടുക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ചിലപ്പോൾ ഉയർന്നേക്കാം. ഇത് നോക്കണം, ഇത് ഞാൻ ലോൺ എടുത്തിരിക്കുന്ന ഫണ്ട് കേട്ടോ, കാരണം എന്റെ ലിക്വിഡിറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ലോൺ എടുത്തിട്ട് കൊടുക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന കണ്ടുണ്ട് 5,75,000 ഓൾഡ് ക്യാഷ് എന്ന് പറയുന്നത് കാണാം. പിന്നെ ഒരു 22,000 കാണിച്ചാൽ ഈ ലോൺ എടുത്ത സമയത്ത് അവിടെ നിന്ന് സർവീസ് ചാർജ് പിടിച്ചിട്ടുണ്ട്. ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രോസസ്സ് അതും ചേർത്തിട്ട് എനിക്ക് തരണം എന്ന് പറയുന്നത്. അവന്റെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവന്റെ മെസ്സേജ് കാണാം. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാം. പണ്ട് ഇലക്ഷൻ കാര്യങ്ങൾ റോബിൻ, പിന്നെ ഇവിടെയാണ് നമ്മൾ ഡിസ്പ്യൂട്ട് തുടങ്ങാൻ പോകുന്നത്. ഈ പൈസ 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മേടിച്ച സാധനം, ഈ പൈസ തെറ്റിക്കഴിഞ്ഞ് ഞാൻ ഓരോ സാധനങ്ങൾ അത് വേറെയാണ്. ഇതൊക്കെ വേറെ ഫണ്ട് തന്നെ. ഇത് എനിക്ക് എന്റെ ആവശ്യമല്ല ബ്രോ, നല്ല ദേഷ്യത്തിലാണ്, സീരിയസ്ലി പേയ്മെന്റ് അർജന്റാണ്, ഓൾറെഡി പറഞ്ഞു മേടിച്ച ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ പലർക്കും കൊടുത്ത് എന്റെ ഫണ്ടില്ലാന്ന് കാണിക്കുന്ന കാര്യങ്ങൾ കാണിച്ചാണ്. ഗെയിമി ടിൽ 3 ടൈം അവിടെ ഞാൻ ക്യാഷ് എത്തിക്കാന്ന് പറയുന്നു. അപ്പൊ ആരോടോ പൈസ ചോദിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ ചാറ്റ് ഉണ്ടോ, ലേറ്റ് ആകുമ്പോൾ 35 ഓക്കെ അല്ലേ, 35 lakhs കൺഫേം അല്ലേ, അങ്ങനെ ഓരോരുത്തർ അവന് വലിയ വലിയ ഫണ്ട് വരാനുണ്ടെന്ന് കാണിക്കുന്നു. കാരണം ജനുവരി 31-ന് ഇവൻ എനിക്ക് ഫണ്ട് മുഴുവൻ സെറ്റിൽ ചെയ്യുന്ന ഡേറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പൊ ഞാൻ പറയുന്നില്ലേ പോപ്പുലർ പരിപാടി നീ ചെയ്യരുത്, നീ എവിടെ ലുലു വാണ്ട് ടു മീറ്റ് പ്ലീസ്, ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, നല്ല ദേഷ്യത്തിലാണ്, ഐ വോണ്ട് മൈ മണി, അറിയാം, നോ ഇത് തമാശയല്ല, എക്സ്ട്രീം ലെവലിൽ നിൽക്കുക, വേറെ ഒന്നും എനിക്ക് അറിയണ്ട. ഞാൻ ഓരോ കാര്യം ഞാൻ ഓരോ ആളുകൾക്ക് ഞാൻ കൊടുത്ത ഫണ്ടുകൾ ഞാൻ കാണിക്കുന്നത്. ബ്രോ ഫുഡ് നോക്കണേ, ഫുഡ് കൂടെ കഴിക്കാൻ ക്യാഷ് ഇല്ല, ഇന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഓൾറെഡി ഞാൻ കൊടുത്ത ഫണ്ടുകളാണ്. ഞാൻ ട്രൈ ചെയ്യട്ടെ പ്ലീസ് ബ്രോ, ഐ വാണ്ട് ടു മീറ്റ് എന്ന് പറയുമ്പോൾ ഫണ്ട് അറേഞ്ച് ചെയ്യട്ടെ, കുറച്ച് സമയം കൂടി വേണം, ലെറ്റ് മീ കോൾ എവ്രി വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണം. അപ്പൊ ഇതിങ്ങനെ നീണ്ടു പോകും. അപ്പൊ എന്റെ ഒരു ക്രിക്കറ്റ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഞാൻ പറയാണ് അൻസാരിനെയും ജിക്സിനൊക്കെ വിളിച്ചു നോക്കി, ഞാൻ അവരുടെ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് അവർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കണം, ഈ പൈസ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ 31-നാണ് ഞങ്ങൾ ഫണ്ടിന്റെ സെറ്റിൽമെന്റ് 31st വെക്കാണ്. അപ്പൊ 30th ആണ് ഞങ്ങൾക്കിടയിൽ ഇവൻ 30th പൈസ എന്റെ ഇല്ലാന്ന് ഇവൻ നമ്മൾ അറിയിക്കുന്നത്. അപ്പൊ ഞാൻ സത്യം ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. കാരണം ഇത്രയും കാലമായി ലാസ്റ്റ് ഒരു ഡേറ്റ് കൊടുത്തിട്ട് ആ ഫണ്ട് അവിടെ നമുക്ക് എന്നെ സംബന്ധിച്ച ഫണ്ട് കിട്ടുന്നില്ല എന്നറിയാണ്. ലക്ഷ്മിനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി ആ സമയത്ത് വിളിക്കുന്നു. ഈ ഒരു കഥയിൽ എവിടെയും ലക്ഷ്മി വരുന്നില്ല. ലക്ഷ്മി എവിടെ വെച്ചാണ് ഇൻവോൾവ് ആവുന്നത്? എന്റെ എമൗണ്ട് ഞാൻ ചോദിച്ചിട്ട് ഇത്രയും പ്രഷർ ആക്കുന്നല്ല. എന്റെ അടുത്ത് ഈ സെയിം എമൗണ്ട് എന്നാണോ ആ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഈ പരാതി കൊടുത്ത ഒരാളെന്ന് പറയുമ്പോൾ സാമാന്യം നമുക്ക് എന്താണ് പരാതി ഇവന് ജീവന് ഭീഷണി, റോബിന് ജീവന് ഭീഷണിയായിട്ട് പരാതി കൊടുക്കുന്നത്. ഞങ്ങൾ അവിടെ പൈസ കൊടുക്കാനുണ്ട് എന്ന് റോബിൻ സമ്മതിക്കുന്നുണ്ട്, പൈസ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ അവന് ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്യാമറ നോക്കണേ. ഈ പരാതി കൊടുത്ത വ്യക്തി
February 1 പിന്നെ എന്തിന്റെ ഇവിടെ എഴുതുന്നുണ്ട്, ബ്രോ ഐ സെഡ് സോറി ടു ലക്ഷ്മി. ഞാൻ ലക്ഷ്മിയോട് മാപ്പ് പറഞ്ഞു. 1-ാം തീയതി ലക്ഷ്മി ഇത്രയും അപകീർത്തിപ്പെടുത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എന്തിനാണ് ലക്ഷ്മിയോട് ഇവിടെ മാപ്പ് പറഞ്ഞത്? ബ്രോ 6 lakhs അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൈൻഡ്ലി വിച്ച് അക്കൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫർ, കൈൻഡ്ലി ലെറ്റ് മീ നോ, താങ്ക് യു, ഗുഡ് മോർണിംഗ്, 6 ലക്ഷം മണി ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഏത് പരാതിക്കാരനാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല, കാരണം അവൻ അത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ചോണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മിണ്ടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയ പിള്ളേരെ പോലെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 16-ാം തീയതിയാണ് ഞാൻ ഇവനെ നിന്നെ വിശ്വസിച്ചു, ഇത്രയും നീ ചെയ്തതിന് എന്നെ ചതിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് വരുന്നു. അപ്പൊ അത് അവന്റെ മെസ്സേജ്, ഞാൻ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി റിട്ടേൺ ബാക്ക്, ഞാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട്, ഓക്കെ ഈ എമൗണ്ട് ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, 1 മാസം സമയം തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിനൊക്കെ ഞാൻ ഇതേമാതിരി റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ അയച്ചു കൊടുത്തു, ഇതൊക്കെ നീ എനിക്ക് ചന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ വരുന്ന March 9 കണ്ടോ, March 9 കുറച്ച് സാധനം അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ അതിലേക്ക് വരാം. ഇവിടെയാണ് ജോബി ചേട്ടന്റെ എൻട്രി വരുന്നത്. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയും ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയും കൂടിയിട്ട് ഒരുമിച്ച് സെറ്റിൽ ചെയ്യാമെന്നാണ് റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ക്യാഷിന്റെ പരിപാടിയാണ്. അവന് മേടിക്കണ ശീലം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മേടിച്ച് കൊടുക്കുക, വീണ്ടും മേടിക്കുക, കൊടുക്കുക, വീണ്ടും മേടിക്കുക, കൊടുക്കുക, അവസാനം എല്ലാം കൂടി അണ്ണാക്കിലിട്ട് പൊട്ടിച്ച് കൊടുത്തെന്ന് തോന്നുന്നു. ജോബിൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഒട്ടുമിക്ക പുതിയ സിനിമകളൊക്കെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗുഡ്വിൽ പ്രൊഡ്യൂസർ ജോബി ചേട്ടൻ എൻട്രി വന്നു. ജോബി ചേട്ടൻ ഇതേമാതിരി വലിയ ഫണ്ട് കൊടുക്കാനുണ്ട്. അത് ഞാൻ വേറെ രീതിയിൽ ഇവന്റെ വഴിയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് ജോബി ചേട്ടൻ ഫണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ജോബി ചേട്ടനെ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ ജോബി ചേട്ടൻ പറഞ്ഞു, കുഞ്ഞെ ആ ഒരു ടോണിലാണ് ഞാൻ പറഞ്ഞു, കുഞ്ഞെ എടാ നിനക്ക് അവൻ പൈസ തരും, നീ പേടിക്കണ്ട, അവൻ നല്ലവനാണ്, നീ അവന് കുറച്ച് സമയം കൂടിയും കൊടുക്കും. ഒരു March 8-ാം തീയതി എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ജോബി ചേട്ടൻ എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് അവൻ കുറച്ച് പൈസ തരാണ്ട്, അത് ഫിനാൻസ് ആയിട്ടാണ് ജോബി ചേട്ടൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ല നോർമലി ഇതിലൊന്നുമല്ല, ഫിനാൻസ് ആണ്. എന്താ എന്റെ സേവിങ്സ് എന്നാണ് പോകുന്നത്, അവന് ജോബി ചേട്ടൻ ഫിനാൻസ് രീതിയിലാണ്. അപ്പൊ ആ ഫൈനാൻസ് കൊടുത്തത് ആ ലോൺ ഇവൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് പുള്ളിക്കാരൻ ടോപ്പ് അപ്പ് ചെയ്തിട്ട് വലിയൊരു 1 CR എബോ ആയിട്ട് കൊടുക്കും. അപ്പൊ നിന്റെ പൈസയും കിട്ടുമ്പോൾ നിനക്ക് ആയില്ലേ, അത് കൊടുക്കുന്ന ഡേറ്റ് വരെ ഞാൻ നിന്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ജോബിച്ചേണ്ട ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ ഇവന് March 8-ാം തീയതിയിലേക്കുള്ള ഒരു സമയം ഞാൻ കൊടുക്കുന്നത്. വീണ്ടും ഫ്രണ്ട്ഷിപ്പ് അത് തുടരുന്നു. 8-ാം തീയതി ജോബിച്ചേട്ടൻ ഏറ്റല്ലോ. അപ്പം റോബിനോടുള്ള ട്രസ്റ്റ് പോയി. അപ്പൊ റോബിൻ തന്നെ പലപ്പോഴും ആ സമയത്തുള്ള കോൾസിൽ പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കണ്ട, ജോബിച്ചേട്ടനെ വിശ്വസിച്ചില്ലേ, ജോബിച്ചേട്ടൻ പറഞ്ഞല്ലോ, ഓക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ ജോബിച്ചേട്ടൻ. 8-ാം തീയതി ആയി കഴിയുന്നത് റോബിൻ ഞാൻ സംസാരിക്കുമ്പോൾ റോബിൻ എന്നോട് പറയുന്നത്, അതിപ്പോൾ ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്നല്ലേ വിട്ടു, ജോബിച്ചേട്ടൻ ചതിച്ചു. അപ്പൊ ഞാൻ ചതിക്കേ, ജോയിച്ചേട്ടൻ ഞാൻ ആ 40 ലക്ഷം മുഴുവൻ കൊടുത്തു, പക്ഷേ ജോയിച്ചേട്ടൻ ഫണ്ട് തന്നില്ല. അപ്പം ഞാൻ ജോയിച്ചേട്ടനെ വിളിച്ചു, ജോയിച്ചേട്ടൻ ഫോൺ എടുക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല, തെളിയിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു 1 വ്യൂല് ഒരു ടേബിളിന്റെ മുകളിൽ, ഇവരുടെ സ്ഥാപനത്തിൽ ഒരു ടേബിളിന്റെ മുകളിൽ കുറേ ഫണ്ട് വെച്ച് പുള്ളിക്കാരൻ ഒരു 1 വ്യൂ എടുത്തു, കുറേ ഫണ്ട്, കെട്ടുകണക്കിന് ഫണ്ട് എടുത്തു. ഞാനത് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു സെക്കൻഡ്, ആ വീഡിയോ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ടേ, നോക്കാട്ടോ. 40 ലക്ഷം ഒന്നുമില്ലല്ലോ. അണ്ടാ, ആ ജോബിൻ ചേട്ടനാണ് ആ പോയത്, ആ ഒരു വൈറ്റും വൈറ്റ് ഇട്ടത്. അതിലുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ, ജോയിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അല്ല ബ്രോ പറയുന്നത് വിചാരിച്ചാണ് ഞാൻ നമ്മൾ പണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്കിൽ വെച്ചിട്ട് കൊടുത്ത അടുത്ത പൈസയിലുണ്ട്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ RTGS ബാങ്കിൽ പോയി ചെയ്ത എമൗണ്ടാ. നോക്ക്, ഇത് എന്നത്തെ സംഭവം? എന്നാ 20-ാം തീയതി 12 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എന്റെ അക്കൗണ്ടിൽ നിന്ന്. മനസ്സിലായോ? ചുമ്മാ പോയതല്ല, അക്കൗണ്ട് വഴിയാ പോയത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുത്താലും ഡീറ്റെയിൽസ് എന്റെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫണ്ട് പോയിരിക്കുന്നത്. എന്റെ HDFC ബാങ്കിൽ നിനക്ക് HDFC അല്ലല്ലോ, നിനക്ക് പഞ്ചാബ് ബാങ്ക്. എന്റെ പൊന്നു ബ്രോ, എന്റെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബ്ലോക്ക് ആയി പോയെന്ന്. ഞാൻ HDFC ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. എന്ന് അത് ലക്ഷ്മി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇതിലോട്ട് വരാം. പിന്നെ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ 12 ലക്ഷം രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു. ഞാനത് വേഗം മറ്റേ ഫോണിൽ നിന്ന് എടുത്ത് വെച്ചു, ഒരു പ്രൂഫായിട്ട് എടുത്ത് ഞാൻ വെച്ചു. അപ്പോൾ എനിക്കത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടും. പിന്നെ ജോയിച്ചേട്ടൻ എടുക്കുന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ വീണ്ടും പോയി. അപ്പോൾ റോബിൻ വീണ്ടും എന്നോട് പറയണം സമയം നീട്ടിത്തരാൻ. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ അത് ഫൈനൽ, അപ്പം ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, കാൻഡിഡേറ്റ് ഫൈനലും ആയിട്ടുമില്ല. ഭീഷണിപ്പെടുത്തി വീഡിയോ എടുപ്പിച്ചെന്നാണ് റോബിൻ പ്രസ് മീറ്റ് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ ജാനുവരിയാണ്. ഇതൊക്കെ അവൻ ഞങ്ങളുടെ കോൺവെർസേഷനും ഇത് ഭീഷണിപ്പെടുന്ന വീട്ടിലത്തെ സാധനമാണ്. ഇതല്ല, ഇത് എനിക്ക് ഞങ്ങളുടെ കോൺവെർസേഷൻ, എന്റെ കോൺവെർസേഷൻ ലക്ഷ്മി പുറത്തുണ്ട്. കോൺവെർസേഷനിലും പൈസ തരുന്നതിന് മുന്നേ ഒരു വീഡിയോ വേണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല. അതിനകത്ത് നമുക്ക് പോലെ അയച്ചു തരാം, നമുക്കാണ് ഒരു സാവകാശം തരാത്തെ. വേഗം താന്ന് പറഞ്ഞു കണ്ടിന്യൂസ് വിളി, കണ്ടിന്യൂസ് മെസ്സേജ്. ഇപ്പൊ എന്റെ തന്നെ കാണിച്ചു തരാം, 1 ലക്ഷം അയച്ചത്, 3 ലക്ഷം അയച്ചത്, അതൊക്കെ അയച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അയക്കുമല്ലോ. അപ്പൊ പുള്ളി ചോദിക്കും IMPS ആണോ RTGS ആണോ, ആ ധൃതിയാണ് പുള്ളിക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും നമ്മളാരും ചോദിച്ചിട്ടില്ല. ആള് തന്നെയാണ് ഓക്കെ ഞാൻ ഇന്ന എത്ര രൂപ വാങ്ങിക്കുവാണ്, ഞാൻ ഇന്ന ദിവസം തിരിച്ചു തരും, 2 ദിവസം എവിടെ 2 ദിവസത്തിലൊന്നും തരത്തില്ല. ഇതൊരു സ്കാം മെത്തേഡ് ഉണ്ട്. ഇതിലെന്താ വെച്ചാൽ ഞാൻ അതിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതില് ഈ ജോബി ചേട്ടൻ എനിക്ക് കാണിച്ചത്, അപ്പൊ എനിക്കൊരു ഇത് വിശ്വാസമായി. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു ഫണ്ട് വേണം, 6 ലക്ഷം രൂപ എനിക്ക് വേണം. അത് ലാസ്റ്റത്തെ ഈ 5 ലക്ഷം ഈ ലോൺ അടക്കേണ്ടവർ കണക്ക് കാണിച്ചല്ലോ, ആ 6 lakhs എനിക്ക് ക്ലിയർ ചെയ്യും. അപ്പൊ പുള്ളിക്കാരൻ ഒരാഴ്ച സമയം ചോദിച്ചു. അപ്പൊ ഇലക്ഷൻ സമയമാണ്. ആ 6 ലക്ഷം അയാൾ തന്നു.
അതിൽ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും റോബിൻ തന്നു 6 ലക്ഷം. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു ട്രസ്റ്റ് ബിൽഡ് ആവുന്നത്. അപ്പം 8-ാം തീയതി 10-ാം തീയതിയാണ് 6 ലക്ഷം തരുന്നത്. ഒരു ഫിഷറീസിലുള്ള വേറെ ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് 4 ലക്ഷം വന്നത്, 5 ലക്ഷം വന്നത്. 1 ലക്ഷം രൂപയോളം റോബിന്റെ അക്കൗണ്ടിൽ നിന്നും. അതും വേണമെങ്കിൽ പറയാം വേറെ ആൾ തന്നു. പക്ഷേ അവൻ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ട് വേറെ ആളെ വഴിയൊക്കെ എനിക്ക് 6 ലക്ഷം തന്നു. ഞാൻ സമ്മതിക്കുന്ന കാര്യം തന്നെ. അത് കഴിഞ്ഞിട്ട് സമയം 23-ാം തീയതി വരെ ഇവൻ നീട്ടി ചോദിക്കുക. ഞാൻ കൊടുക്കാൻ തയ്യാറായി. അപ്പൊ പിന്നെ ഇലക്ഷൻ ഇവൻ കാൻഡിഡേറ്റ് ആയി. എനിക്ക് സന്തോഷം. അപ്പൊ ഞാൻ കൂടുതൽ സന്തോഷിക്കുക. കാരണം BJP-യിൽ ഇവൻ ജയിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഇവൻ പറയുന്നത് തന്നെയാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അപ്പൊ ഇലക്ഷൻ നടക്കുന്നതിന്റെ 23-ാം തീയതി തീർക്കുമല്ലോ. ഈ 6 ലക്ഷം വേറെ ആൾ തരുന്നു. ആളെ ഞാൻ അപ്ഡേറ്റ് തരാൻ പോകുന്നതെന്ന് വീണ്ടും പറയുന്നു. നമുക്കെല്ലാം സന്തോഷമായി. പ്രതീക്ഷിച്ചിരിക്കുക ആ ഫണ്ടെല്ലാം തിരിച്ചു കിട്ടും. 23-ാം തീയതി ആയ സമയത്ത് ഫണ്ടില്ല. അത് 29-ാം തീയതിയിലേക്ക് പിന്നെ വീണ്ടും മാറ്റാം. ശരി, എന്തെങ്കിലും ആവട്ടെ, 29-ാം തീയതി ആവട്ടെ എന്ന് വെച്ചു. ഈ 29-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഇവന്റെ കോൺവെർസേഷനൊക്കെ മാറി കുണ്ടറ BJP-യിലേക്ക് അത് എത്തണം. ഞാൻ കേന്ദ്രത്തെ അറിയിച്ചു, കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചു, സംസ്ഥാനം ജില്ലയിലെ അറിയിച്ചു, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്ന ഫണ്ട് തരാം എന്ന് പറയുന്ന രീതി. ഞാൻ അതിലേക്കും കൂടി റോബിൻ പ്രസ് മീറ്റ് പറഞ്ഞത് പാർട്ടിയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല, പാർട്ടിയിൽ നിന്ന് ആരും ബന്ധപ്പെട്ടില്ല. അത് സുരേഷ് പാർട്ടിയിൽ നിന്ന് ആരും വിളിച്ചോണ്ടില്ല. ഇവൻ പറയുന്നുണ്ട് സുരേഷ് സാർ എന്നെ വിളിച്ചെന്നുള്ളത്. അതിന്റെ വോയിസും ഞാൻ ഇന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമത്തെ തന്നെ നടത്തിയ പ്രസ് മീറ്റ് അതിൽ ആള് ഇമേജ് രക്ഷിക്കാൻ അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആള് ഭയങ്കര എക്സൈറ്റഡ് ആവും ക്യാമറയും മൈക്കും കാണുമ്പോഴത്തേക്കും. അതിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി, ഞങ്ങൾക്ക് അതിന് ഓപ്പോസിറ്റ് തെളിവുണ്ട്, അതിൽ തന്നെ ആൾ പെടും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പോ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എതിരായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അതും പ്രസ് മീറ്റിലും പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. ആള് പുറത്തു പോയതിന് ശേഷം ബിഗ് ബോസ് ഫിനാലെ അടുക്കുന്ന സമയത്ത് ദിൽഷയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോബിൻ. ബിഗ് ബോസിനകത്ത് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ്, അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവൻ പുറത്ത് നിന്നിട്ട് ബ്ലെസ്ലീനെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതിനകത്ത് മൂക്കമണ്ട അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുപ്പരാൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആവും. പിന്നെ ഒരു മാസ് പരിവേഷം ആളുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. അത് ഇങ്ങനെ തേട്ടി വരും, ഒരു മാസ് പരിവേഷം. ഇത് നോക്കണേ, ഇലക്ഷൻ സമയത്തൊക്കെ പിന്നെ പ്രഷർ കൊടുക്കാന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൊക്കെ നമ്മൾ മാർച്ച് 25-ലെ ചാറ്റാണ്. എന്റെ കോൾ ടാപ്പ് ചെയ്യും, റിസ്ക് ആണ്. ഓക്കെ, ഞാൻ പറയാം ഇനി ഒരു ചേഞ്ചിലായിട്ട് ഈ പൈസയുടെ കാര്യം ഫ്രീ ആകുമ്പോൾ ഈ ലിങ്ക് ഇത് അവന്റെ പ്രസ് മീറ്റ് ആണ്. പിന്നെ ഇൻസൈഡ് ആളുണ്ട്, വിളിക്കാമേ. അപ്പോൾ റോബിൻ എന്റെ ക്യാഷ് വേണം, അത്രയേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് നിനക്കുണ്ടാക്കണം എന്ന് എനിക്കില്ല. ക്യാഷിന്റെ പറ്റി മാത്രമേ എനിക്ക് ഇഷ്യൂ ആകുള്ളൂ. വേറെ ഇതൊക്കെ ഞാൻ എന്റെ കാര്യങ്ങൾ ഇവന്റെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മാർച്ച് 26-ന് ഒന്നും ഇവന്റെ റിപ്ലൈ ഇല്ല. കണ്ടോ, 26-നില്ല. റോബിൻ മസ്റ്റ് കോൾ, നോ റെസ്പോൺസ്. അപ്പൊ അവന്റെ വോയിസ് നോക്കണേ. ഞാൻ വന്നപ്പോ ലേറ്റ് ആയി, അപ്പൊ വീണ്ടും എണീറ്റിട്ടുണ്ട്. ക്യാമ്പയിൻ പോകാനായിട്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാമേ, കുഴപ്പമില്ല. ഞാൻ വിളിച്ചാൽ ഭയങ്കര ടയർഡായിരുന്നു, തീരെ വയ്യാതെ കിടന്നു പോയതാ. ഓക്കെ, ഇലക്ഷന്റെ സമയത്ത് വീണ്ടും ഇതേമാതിരി ഓരോ സ്ക്രീൻഷോട്ട് കാറിലാണ്. ഇവിടെ ഇതാണ് ഇതൊക്കെ ഇവിടെയാണ് ഉള്ളത്. BJP ഇലക്ഷൻ നടക്കുന്നു, ഗോയിങ് ഓൺ. കൊച്ചിയിൽ വരാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ എവിടെയാണുള്ളത്. പിന്നെ ഇതിന്റെ ഒക്കെ അയക്കുന്നു. അപ്പൊ ഞാൻ ഇത് ഞാൻ അയച്ചു കൊടുക്കും. ഈ സാധനങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഇതിലൊക്കെ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഇതും കൂടി ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ബ്രോ കുണ്ടറ BJP ഓഫീസിൽ വായോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നീ, ഞാൻ ഇതായിട്ട് പറഞ്ഞു, ബ്രോ ഇന്റർവ്യൂലാണ്, ഞാൻ വരാം. ബ്രോ ഐ എം എ കാൻഡിഡേറ്റ്, 10 days ഉള്ളൂ, ഇലക്ഷൻ ബിസി ആണ്, കൈൻഡ്ലി. പിന്നെ ഇതേമാതിരി നമ്മൾ ചാറ്റ് ഇവിടേക്കൊക്കെ ഞാൻ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങാണ്. ബ്രോ ഫണ്ട് തരാം, BJP കുണ്ടറ ഓഫീസിൽ വരൂ, എത്ര എമൗണ്ട് എന്താന്ന് പറയും. പിന്നെ അപ്പൊ അവനൊന്ന് എമൗണ്ട് പോലും അവൻ മറന്നിരിക്കുക. ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. എന്റെ പൊന്നു ബ്രോ ഇലക്ഷൻ ടൈമാണ്, ഫുൾ ബിസി ഷെഡ്യൂൾ ആണ്, കമോൺ. ഞാൻ പിന്നെ ചോദിക്കുന്നു എത്ര എമൗണ്ട് ഫണ്ട് പറയൂ. ഓക്കെ, ഓൾറെഡി 6 lakhs ബാലൻസ് എത്രയാണെന്ന് പറയൂ. അപ്പം ഇതൊക്കെ മാർച്ച് 28 ഇത് പോയി ലാസ്റ്റ് ഞങ്ങൾ BJP ഓഫീസിൽ പോയോ? ഇല്ല, പോയില്ല. ഞാൻ എന്ത് വിശ്വസിച്ചും പോകും ബ്രോ, എന്ത് വിശ്വസിച്ചിട്ട് പോകും. BJP ഓഫീസിലേക്ക് വിളിക്കാണ്. പാർട്ടിപരമായിട്ട് നമുക്ക് പാർട്ടിയായിട്ട് ഇതിൽ കൂട്ടിക്കുഴക്കേണ്ടതെന്ന് മുപ്പരാൾ പറഞ്ഞിട്ട് BJP ഓഫീസിലേക്കാണ് പൈസ കൊടുക്കാനുള്ളതാണ് ഞാൻ വിളിച്ചു വരുത്തുന്നത്. അപ്പം ആളുടെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും. എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആളെ ഒരു ഭൂലോക ഫ്രോഡായിട്ടാണ് തോന്നുന്നത്. ഇത് പോയിട്ട് പിന്നെ അമ്മയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത് അമ്മയുടെ പോകുന്നത് April 29. ഇത് ഈ 30-ാം തീയതി ഞങ്ങൾക്കിടയിൽ ഫൈറ്റ് ആവാം. അതിന്റെ വോയിസ് വേറെ തന്നെ ഉണ്ട്. അതിൽ ഇവൻ ലാസ്റ്റ് പറയുന്നത്, ഇത് ലൈവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബി പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഒരു തെറി മെസ്സേജിലാണ് അത് അവസാനിക്കുന്നത്. കാരണം ഇവൻ പറഞ്ഞ് കൊണ്ടുവരാൻ BJP ഓഫീസിൽ വന്ന് ഞാൻ പാർട്ടി വെച്ചിട്ടുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ ഇനി പാർട്ടിയാണ് നോക്കുന്നത്, പാർട്ടിയിൽ നിങ്ങൾ വരൂ, ചാക്കെടുത്ത് വന്ന് എടുത്തോണ്ട് പൊക്കോളൂ എന്നാണ് അവിടെ അട്ടിക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ പറയണം, ഞാനൊരു പാർട്ടിക്കാരനാണ്. പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ചോ? ഒന്നുമില്ല, നിലവിൽ സംസാരിച്ചോ? അതിനുശേഷം വന്നപ്പോ ഞാനൊരു പാർട്ടി, നമുക്കറിയാലോ ബേസിക് ഒരു പാർട്ടിയുടെ സ്ട്രക്ചർ. അന്ന് പോയി കഴിഞ്ഞിട്ട് ഇവന്റെ കടം തീർക്കലാണോ പാർട്ടിയുടെ, ഇത് നമുക്ക് ബേസിക് തിങ്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ
നമ്മൾ BJP സുഹൃത്തുക്കൾ അപ്പൊ തന്നെ ഞാൻ പാർട്ടിയിലുള്ള BJP സുഹൃത്തുക്കളെ വിളിച്ചു, ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ ഞാനിത് എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ഒന്ന് പേടിപ്പിച്ചാലെങ്കിൽ നമുക്ക് പൈസ കിട്ടല്ലോ എന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞു ഇപ്പൊ ഒന്നിനും നിൽക്കണ്ട, നിങ്ങൾ പാർട്ടി ഇത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നേരെ അവിടെ പോകാതാണ് ചെനിപ്പ്, ഇത് ചെയ്യുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് പ്രശ്നമാകും, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ BJP തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു, എന്റെ സുഹൃത്ത് കോഴിക്കോടുള്ള കാർത്തികും എല്ലാം പറഞ്ഞു ഓക്കെ ശരി അങ്ങനെയും തീരുമാനിച്ചു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞ് സമാധാനമായിട്ട് നമ്മൾ ഏപ്രിൽ നമ്മൾ 22-ാം തീയതി ഞങ്ങൾ പറഞ്ഞ ഡേറ്റ് ഒക്കെ കടന്നുപോയി, ഇപ്പൊ ഏപ്രിലെത്തി. ട്രിവാൻഡ്രത്ത് പോയിട്ട് സുരേഷ് സാർ എടുത്ത് ഇരിക്കുകയാണ്. സുരേഷ് സാർ വളരെ ശാന്തമായിട്ട് ഒരു 1.5 മണിക്കൂർ അദ്ദേഹം ഞങ്ങളെ കേട്ടു. BJP പാർട്ടിയിലെ ഇതിൽ പാർട്ടിയല്ല ഒരു പ്രശ്നം അത്ര രീതിയിൽ മാന്യമായിട്ട് ഞങ്ങളെ ഒരു 5 സ്റ്റാർ ട്രീറ്റ് തന്നിട്ടാണ് അവർ സ്വീകരിച്ചത്. മുഴുവൻ പരാതി സുരേഷ് സാർ കേട്ടു. കഴിഞ്ഞിട്ട് ഞങ്ങൾ തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പരാതി എഴുതി തന്നാൽ ഞങ്ങൾ ഇതിനെ ടെർമിനേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിന് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്ട്രിക്ട്ലി പറയാം ഈ ഫണ്ട് സെറ്റിൽ ചെയ്യാതെ BJP പാർട്ടിയിൽ റോബിൻ രാധാകൃഷ്ണൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടാളും പറഞ്ഞു നിങ്ങൾ ഫണ്ട് തന്നാൽ മതി, ഞങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അവനെ ദ്രോഹിക്കലല്ലോ ഞങ്ങളെ പണി. അത് പറഞ്ഞ് സെറ്റിലാക്കുന്നു. ഇവൻ 3-ന്റെ അന്ന് ഇവൻ ഞങ്ങളെ തിരിച്ചു വിളിക്കാം വീണ്ടും. അപ്പോഴത്തേക്ക് ഏപ്രിൽ 29 അപ്പൊ ഈ മാർച്ച് 30 കഴിഞ്ഞ് പിന്നെ ഒരു 4 ആഴ്ചയ്ക്ക് ശേഷമാണ് റോബിന്റെ കോൾ പിന്നെ എനിക്ക് വരുന്നത്. ചേട്ടാ എനിക്ക് കോളുണ്ട്, സുരേഷ് സാർ വിളിച്ചിട്ടുണ്ട്, നമുക്ക് കോംപ്രമൈസ് ആവുക ചേട്ടാ. ചേട്ടൻ എന്താ വേണ്ട, പൈസ ഇല്ല, ഞാൻ പൈസ തന്നേക്കാം എന്ന് പറഞ്ഞാൽ മതി, പൈസ തന്നേക്കാം, ശരി നമുക്ക് കാണാം. ഞാൻ എവിടുന്ന് കാണാം, എന്നാൽ ചേട്ടാ പൊലീസിലേക്ക് വരും. ഞാൻ പറഞ്ഞു പൊലീസിലേക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ഇതിന്റെ റീസൺ ഞാൻ ഈ കോളിൽ ലാസ്റ്റ് പറയാം, എന്തുകൊണ്ട് ഞാൻ പൊലീസിലേക്ക് പോകില്ലാന്ന് പിന്നെ പറഞ്ഞതിന് ഒരു റീസൺ ഉണ്ട്. ഞാൻ പൊലീസ് എന്ന് പറയുന്നത് അവന്റെ ബുട്ടിക്കാണ്. ലാസ്റ്റിലേക്ക് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ ബുട്ടീക്കിന്റെ പുറത്ത് നിൽക്കാം, ഉള്ളിലേക്ക് ഞാൻ കയറത്തില്ല, എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, ഞാൻ പുറത്ത് നിന്നേക്കാന്ന് പറഞ്ഞു. അപ്പം അതെന്താ ചേട്ടാ, ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കാരണം നാളെ ഞാൻ അവിടെ കയറിയ നാളെ എന്നെ നീ ഏത് രീതിയിൽ ചിലപ്പോൾ ട്രാപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. അതിന്റെ വോയിസും ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ. അത് ഞാൻ എന്ത് ചെയ്തു, പിന്നെ നേരെ ഹോളിഡേയിലേക്ക് വിളിച്ചു. കോഫി ഷോപ്പ് കൊണ്ട് ഹോളിഡേയിൽ ഇരിക്കാം. ഞാൻ ഞാനും ലക്ഷ്മിയുടെ മകനൊക്കെ പറ്റി ഹോളിഡേയിലേക്ക് പോകുന്നു. ഒരു സ്പേസ് ഞാൻ ലക്ഷ്മി ഒരു ക്യാമറ എടുക്കും, ആ ക്യാമറയുടെ ഒരു ഭാഗത്ത് നോക്കിയിരിക്കുന്നു. അപ്പൊ ലക്ഷ്മി ആക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആണ്, കാരണം ഈ അബ്യൂസിംഗ് വേർഡൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ലക്ഷ്മിയോട് മാപ്പ് പറയാന്ന് പറഞ്ഞു. അതിന്റെ വോയിസ് ഞാൻ ലക്ഷ്മിയോട് മാപ്പ് പറയാം എന്ന് പറഞ്ഞു. ബ്രോ ഞാൻ ടെക്സ്റ്റിൽ പറഞ്ഞില്ല, നേരിട്ട് മാപ്പ് പറയും, കാരണം ഇത് അവിടെ തീർക്കണം, നമ്മളിപ്പോ നല്ല രീതിയിൽ പിരിയാൻ പോലെ, അപ്പൊ നേരിട്ട് മാപ്പ് പറഞ്ഞേക്കും ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഹോളിഡേയിൽ ആ ക്യാമറയിൽ പൂൾ സൈഡാണ്, ക്യാമറയുടെ ശരിക്കും വിഷ്വൽ കിട്ടുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇരുന്നത്. ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നത്. ആ സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വീണ്ടും ഒരു വീഡിയോ ഞങ്ങൾക്ക് തരുന്നു. ആ വീഡിയോയിൽ അപ്പൊ ഇത് ടോട്ടൽ എമൗണ്ട് അതിനുശേഷം നമ്മൾ കൊടുത്ത ഈ 5 ഒക്കെ ബ്ലോക്ക് ആയിട്ട് എല്ലാ എമൗണ്ട് കൂടി ഇവൻ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ മീറ്റിംഗ് ഇരുന്ന് സമാധാനപരമായിട്ട് അത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എനിക്ക് ആ എമൗണ്ട് തിരിച്ച് തന്നു. അത് ഒരു 5 ലക്ഷം വാക്ക് പാലിച്ചു. ആ 5 ലക്ഷം ഉണ്ട്. അപ്പൊ ബാലൻസ് 40 ലക്ഷമാണുള്ളത്. ആ 40 ലക്ഷം പിന്നെയും പെൻഡിങ് വെക്കാണ്. പിന്നെ ഒരു ഡേറ്റ് ആയി, മെയ് 15 അപ്പൊ മെയ് 15 അടുത്ത ഫണ്ടിന്റെ മൊത്തം തരേണ്ട സമയത്ത് വീണ്ടും എന്റെ അടുത്ത് വരുന്നു, ഫണ്ട് തരാന്ന് പറഞ്ഞു വരുന്നു. എന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന ചേട്ടാ വീണ്ടും അമ്മയുടെ ഇഷ്യൂസ് ഒക്കെ പറയുന്നു. ഞാൻ അത് കേൾക്കുന്നു. ഒരു മാസം വീണ്ടും അവന് നീട്ടി കൊടുക്കുന്നു. ജൂൺ 15ലേക്ക്, മെയ് 15 ജൂൺ 15ലേക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു മെയ് 28 ഒരു 5 ലക്ഷം, ജൂൺ 5 5 ലക്ഷം, ജൂൺ 10 5 ലക്ഷം, ജൂൺ 15 ബാക്കിയുള്ള 25 ലാക്സ് ചേർത്ത് 40 ലാക്സ് നമ്മൾ തീർക്കുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ തന്നു. ആ വീഡിയോയുടെ തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും ചേട്ടാ ഒന്നുകൂടി ഫോൺ ഇതായെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ ഒരു ഫോൺ കൊടുത്തു. വീണ്ടും ഒരു വീഡിയോ ഒക്കെ അബിൽ ബ്രോ ആണ്, എനിക്ക് ഞങ്ങളെ ഒത്തുതീർപ്പാണ്, ഇപ്പൊ എനിക്കൊരു അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് 1 ലക്ഷം കൂടി ആവശ്യമുണ്ട്, അത് അബിൽ ബ്രോ നല്ല വ്യക്തിയാണ്, തങ്കപ്പനാണ്, പൊന്നപ്പനാണ് പറഞ്ഞിട്ട് അവിടുന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, സുരേഷ് സാർ ഇടപെട്ടതൊക്കെ നമുക്ക് വീണ്ടും ഒരു കോൺഫിഡൻസും ഈ 5 ലക്ഷം തന്ന കോൺഫിഡൻസും ഉണ്ട്. ഈ അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് ആ 1 ലക്ഷവും ഞാൻ കൊടുത്തു എന്നുള്ളതാണ്. കാരണം എന്റെ അക്കൗണ്ട് നല്ല കേട്ടോ, എന്റെ സിസ്റ്റർ അക്കൗണ്ടിൽ നിന്നാണ് മേടിച്ചത്. ഇന്നിപ്പോ ഒരു റെമിൻ എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് അവളെടുത്തുന്നതാണ്, അതും പറഞ്ഞ ഡേറ്റിന് കൊടുക്കും ചെയ്തില്ല. അവളെടുത്ത് നല്ല ചീത്തയും കേട്ടിട്ടുണ്ട്. വീണ്ടും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുകയാണ്. അതിങ്ങനെ പോയി ഈ ജൂൺ 26-ാം തീയതി വരെ ഒരു പ്രശ്നമില്ല. ജൂൺ 26 സെറ്റിൽമെന്റ് പറഞ്ഞ ഡേറ്റ് ആണ്. ജൂൺ 22 ഇവൻ വേറെ ഏതോ രാജ്യത്ത് കസാഖിസ്ഥാൻ എവിടെ ഒന്ന് പോകുന്നുണ്ട്. അവിടെ ഇവന് വലിയൊരു ഡീല് ഉറക്കുന്നുണ്ട്, കോടികളുടെ ഡീലാണ്. ബ്രോ ഫൈനലി അതും കൂടി നമുക്കൊന്ന് അപ്ലൈ ചെയ്തേക്കാം. അതും കൂടി ഒന്ന് കോടികളുടെ കഥയാണ് മൊത്തത്തില്. കോടികള് അതാണ്, കോടികൾക്കൊന്നും ഒരു വിലയില്ല. ഇവനും തൊട്ട് പണി കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ കോടികളാണ് തിരിമറി. ബ്രോ മീറ്റിംഗ് കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഈ വീക്കിൽ എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, ആപ്പിൾ വഴിയാണ്. ഓക്കെ, അപ്പൊ ഫൈനലി എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം തീരുന്നു ബ്രോ, ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, സോ ഞാൻ തജിക്കിസ്ഥാനിലേക്ക് പോയി. ഇന്നിപ്പോ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകാം, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോകാം. അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും. അപ്പം ബ്രോന് എമൗണ്ട് അല്ല ഇത്ര വരെ വെയിറ്റ് ചെയ്തില്ല. ഇനിയിപ്പം ഇനി കുറച്ച് ദിവസം, ഒരു 4 ദിവസം കൂടെ തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ, അപ്പം ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറയും ബ്രോ, കംപ്ലീറ്റ് തീരെയാണ്. ഓക്കെ, ഞാൻ വിളിക്കാം, ഞാൻ ഇവരുടെ കൂടെയാണ്. അപ്പൊ ഇന്നിപ്പം ഇവർ പറഞ്ഞു ഡൽഹിയിലേക്ക് വരണം, ഡൽഹിയിൽ നിന്ന് തജിസ്ഥാനിലേക്ക് പോകാം, തജിസ്ഥാനിൽ പോയിട്ട് ബ്രോ വിളിക്കുമ്പോ അവരുടെ കൂടെയാണ്. ചക്കര മുത്തേ നോക്കണേ, ഈ ചക്കര മുത്തേ എന്നൊക്കെ പറയുന്നത് ഹണി ട്രാപ്പിൽ പെടുത്തിയ വ്യക്തിയാണ് വരുന്നത്. പിന്നെ ഞാൻ വീണ്ടും വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഒരു ചിലപ്പോൾ അവിടുത്തെ തജിസ്ഥാനിലാണെന്നുള്ള ലൊക്കേഷൻ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും പറയാം, പറഞ്ഞ ഡേറ്റ് ആണ്, വെയിറ്റിംഗ് ഫോർ മണി ബ്രോ, ഐ വിൽ റീച്ച് ഇന്ത്യ June 1 ഡോണ്ട് വെറി എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പിന്നെ ഹീറോ ഇമേജിലൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഹായ്
ഞാൻ അപ്പോഴും പറയാണ് എക്സ്ട്രീം ലെവൽ ഗെയിം കളിക്കൂ കേട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു നോക്കണം, ഈ തജിസ്ഥാനുള്ള ആള് 26-ാം തീയതി ബാലൻ ഇറങ്ങിയ സമയത്ത് ഇവൻ ഓൺലൈൻ മാധ്യമത്തിൽ പെട്ടു. അപ്പൊ 1-ാം തീയതി ഇവിടെ പറയുന്നുണ്ട്, ഞാൻ 1-ാം തീയതി ഞാൻ ഇവിടെ എത്തുന്നു പറയുന്ന ആളെ ഞാൻ 26-ാം തീയതി ഓൺലൈൻ മാധ്യമത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ കാണാം. ഞാൻ ഇവനെ സ്പോട്ടിൽ വിളിക്കുകയാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ അതിന്റെ തൊട്ട് മുമ്പെയാണ് ചേട്ടാ എത്തിയത്. അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് തജിസ്ഥാനിൽ നിന്ന ആള് അരമണിക്കൂർ കൊണ്ട് ബാലൻ കാണാൻ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ റോബിൻ സീരിയസ്ലി കോൾ ബാക്ക്, അപ്പൊ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ട് സൂപ്പർമാൻ ആയിരിക്കും, സ്പൈഡർമാൻ ലെവലില് ബാലനല്ലേ. ബാലൻ എന്ന് പറയുന്ന മൂവി കണ്ടിരിക്കണം, മസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ തജിക്കിസ്ഥാനിലല്ല, എന്താ പറയാ, അമേരിക്കയിലാണെങ്കിലും കൂടി വന്ന് കാണണം എന്നുള്ളതാണ്. ഇതാ ഈ കോൾ ഒന്ന് നോട്ട് ചെയ്യണേ. ഈ കോൾ ഇതാണ് ഞാൻ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് 26-ാം തീയതി 12 ഉച്ചയ്ക്ക് ഞാൻ വിളിച്ച ലാസ്റ്റ് കോളാണ് ഇവനെ. റോബിനായിട്ട് ഞാൻ പിന്നെ ഒരു കോണ്ടാക്റ്റും വെക്കാത്ത രീതിയിലേക്ക്. അതിൽ ഇവന്റെ ഒരു ഹൈ ലെവൽ ഭീഷണിയാണ്, എടാ ഫണ്ട് ഇല്ല. ഞാൻ ഇമോഷണലി നിൽക്കുകയാണ്. ഈ 22-ാം തീയതി ഡീൽ ഉറപ്പിച്ച് വന്ന ആള്, ഫണ്ട് തരേണ്ട ആള് ഫണ്ട് ഇല്ല എന്ന് വീണ്ടും പറയും. അപ്പത്തേക്ക് ഓക്കെ, ഇനി ഇത് മുഖ്യമന്ത്രി തീർക്കും, ഇത് ആഭ്യന്തരമന്ത്രി, ഞാൻ വി ഡി സതീശനെ വിളിക്കട്ടെ, ഞാൻ രമേശ് ചെന്നിത്തല വിളിക്കട്ടെ, ഞാൻ എന്റെ അച്ഛനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരും നിന്നെ തീർക്കും. അതിലൊരു വേർഡ് പറഞ്ഞു, പ്രവീണിനെ ഞാൻ തീർത്തില്ലേ അതേപോലെ നിന്നെയും ഞാൻ തീർക്കും, നിന്റെ ഹണി ട്രാപ്പ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഹൈലി ലെവലിൽ എനിക്കൊന്നും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സ്കൂളിൽ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം അത് സ്ക്രീൻ റെക്കോർഡാണ്, നിങ്ങളുടെ ടീമിൽ ഞാൻ കൊടുക്കും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കണം, ഞാൻ പിന്നെ നിർത്തി. പിന്നെ ഞാൻ ലീഗലി ഫുള്ള് ഇത് ആൾ നമുക്കറിയാം, ഇവൻ വേറെ റൂട്ടിൽ, അതുവരെ ഇവന്റെ മാനിപ്പുലേറ്റ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം ലീഗൽ പ്രൊസീജിയറിലേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതാ കറക്റ്റ് 24 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഭീഷണി കഴിഞ്ഞതിന് ശേഷം, ബ്രോ ടെൻഷൻ അടിക്കേണ്ട, വലിയ ഫണ്ടാണ്, ഗീവ് മീ സം ടൈം പ്ലീസ്, കുറെ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനൊരു വഴി നോക്കുന്നുണ്ട്, ഡോണ്ട് വറി ഉമ്മ, ചക്കരെ മൈൻഡ് അപ്സെറ്റ് ആണ്, ഫ്രീ ആണെങ്കിൽ ഒന്ന് വിളിക്കണം, എന്നോട് കുറച്ച് സംസാരിക്കാവണോ. ഞാൻ ഒരു റിപ്ലൈ ഇവനെ ഞാൻ കൊടുത്തിട്ടില്ല. ഇതിൽ ഞാൻ നിർത്തി, ഞാൻ നേരെ ലീഗൽ പ്രോസസ്സിലേക്ക് പോവാം. ഇതാണ് സംഭവം. അപ്പം ഇനി എനിക്കിത്ര പറയാനുള്ളൂ, പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു അത്യാവശ്യം വരിക എന്നുള്ളത് ഞാൻ ഇത്ര പറയുള്ളൂ. ഒരാൾ വീണ്ടും വീണ്ടും പൈസ കൊടുത്തുകൊണ്ടിരുന്നു, ആള് വീണ്ടും വീണ്ടും കൂടി എല്ലാം കൂടി ഒരുമിച്ച് അണ്ണാക്കിലിട്ട് അടിച്ചു കൊടുത്തു. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ വൈകാതെ തന്നെ എക്സ്പോസ്ഡ് ആവും, ഉറപ്പാണ്. ഇപ്പോൾ ഇവൻ്റെ ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷനാണ്. മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ കഴിവുണ്ട് റോബിന്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ബിഗ് ബോസിൽ ഇപ്പോൾ ഇത്രയും ജനങ്ങളെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവന് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എവിടുത്തെന്ന് വിചാരിക്കുന്നു. പോയി വരാൻ അടുത്തൊരു വീഡിയോ വേണ്ടി.